ഹായ് ഹലോ, ഫുജിറ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വീടിനടുത്ത് നിന്നും 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്തേക്കാണ്. മറ്റെവിടേക്കുമല്ല, ഫുജിറയുടെ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ് ഇന്നത്തെ യാത്ര. കൂടാതെ ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് കൂടെ കാത്തിരിക്കുന്നുണ്ട്. ഫുജിറയിലെ അധികം ആർക്കും അറിയാത്തൊരു സ്ഥലം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഷെയ്ഖ് പാലസ് ആണ്. അവിടേക്ക് ഷൂട്ട് ചെയ്യാൻ പരിമിതികളുള്ളത് കൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഷെയ്ഖ് പാലസിൻ്റെ അടുത്ത് കൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഹെറിറ്റേജ് വില്ലേജിലേക്ക് എത്തിച്ചേരുന്നത്. ഈ വഴി നേരെ ചെന്ന് അവസാനിക്കുന്നത് മദർ പാർക്കിലേക്കാണ്. പാർക്കിൻ്റെ പ്രധാന കവാടമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ 6 മാസങ്ങളായി ഇവിടെ പ്രവർത്തനരഹിതമാണ്. ഇവിടെ നിന്നും ഇടത്തേക്കുള്ള വഴിയിലാണ് നമ്മൾ പോകേണ്ടത്. ഈ വഴി കുറച്ച് മുന്നിലോട്ട് സഞ്ചരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ബോർഡ് കാണാൻ സാധിക്കും. ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഫ്രണ്ടിൽ ഒരു തുറസായ ഗ്രൗണ്ടാണ്. അവധി ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. മിക്കതും മലയാളീസ് ആയിരുന്നു ആ കൂട്ടത്തിൽ. സമ്പന്നമായ അറേബ്യൻ പൈതൃകവും സംസ്കാരവും എല്ലാം റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഹെറിറ്റേജ് വില്ലേജിൽ. ചൂട് കാലാവസ്ഥയായതുകൊണ്ട് തന്നെ ഞങ്ങൾ പരമാവധി ലേറ്റായിട്ടാണ് പോയത്. എന്നിട്ട് പോലും നല്ല ചൂട് കാറ്റടിക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് 6:30 വരെയാണ് ഇവിടെ വിസിറ്റേഴ്സിനെ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കയറി കാണുന്നതിന് ടിക്കറ്റ് എടുക്കണം. 5 ദിർഹംസാണ് ഒരു ടിക്കറ്റിന്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ്. കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടത് ഒരുപാട് ഈത്തപ്പഴങ്ങൾ ഉണങ്ങാനിട്ടിരിക്കുന്നതാണ്. തണുപ്പ് കാലത്തെയും വിസിറ്റേഴ്സിനെയും എല്ലാം സ്വാഗതം ചെയ്യാനായി ഇവിടെയും റിനോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുജിറ ഹെറിറ്റേജ് വില്ലേജ് ഒരു തുറന്ന മ്യൂസിയമാണ്. അവിടെ നിങ്ങൾക്ക് പഴയ അറബി പാരമ്പര്യങ്ങൾ കാണാനും പ്രദേശത്തെ നാടോടികളായ കുടിയേറ്റക്കാരുടെ ജീവിതശൈലികൾ അനുഭവിക്കാനും സാധിക്കും. പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വസ്തുക്കളും അതിൻ്റെ തനതായ ഭംഗിയിലും പ്രൗഢിയിലും ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കും. കുറച്ച് പശുക്കളും ആടുകളും കഴുതയും ഒക്കെ ഈ ഹെറിറ്റേജ് വില്ലേജിലുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയാണ് പശുത്തൊഴുത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അക്കാലത്തെ പാർപ്പിടവും മജ്ലിസും എല്ലാം അതിൻ്റെ തനതായ പൂർണ്ണ രൂപത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വിസിറ്റേഴ്സിനെ ചൂടിൽ നിന്ന് രക്ഷിക്കാനായി അവിടെ ഫാനും കൂളറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അക്കാലത്തെ നിത്യോപയോഗ സാധനങ്ങളാണ് മിക്കതും ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. വെളിച്ചത്തിനായി ഉപയോഗിച്ച രാന്തലുകളും സാധനങ്ങൾ കീപ്പ് ചെയ്യാൻ വെച്ചിരുന്ന പത്തായപ്പെട്ടികളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ചരിത്രം പറയുന്നത് പോലെ അറബി നാടുകളുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു മത്സ്യബന്ധനം. അക്കാലത്ത് മത്സ്യബന്ധനത്തിനായി ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
പഴയകാലത്തെ സ്വർണ്ണപ്പണിക്കാരനെയും തയ്യക്കാരനെയും സൈക്കിൾ മെക്കാനിക്കിനെയും റൊട്ടി വിൽപ്പനക്കാരനെയും എല്ലാം നമുക്കിവിടെ കാണാം. അങ്ങനെ സമയം 6:30 ആദ്യം പറഞ്ഞ സസ്പെൻസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങളവിടെ പോയത്. ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരെ ശല്യപ്പെടുത്തണ്ടെന്നോർത്ത് അപ്പുറത്തെ വഴിയിലൂടെ ഞങ്ങൾ പോയതാണ്. വലിയൊരു സർപ്രൈസ് ആയിരുന്നു അവിടെ ഞങ്ങളെ കാത്തിരുന്നത്. ശരിക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. പക്ഷേ നീണ്ട ഒരു പടി കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി. ലൈറ്റിന്റെ അഭാവം മൂലം അന്നൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാനായി ഞങ്ങൾ അങ്ങോട്ട് പോയി. സംഭവം ഒരു ഡാമാണ്, എയിൻ മദബ് ഡാം. പലപ്പോഴും ഹെറിറ്റേജ് വില്ലേജിലും മദബ് പാർക്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. കുത്തനെയുള്ള കയറ്റമാണ്. ലാസ്റ്റത്തെ പടിയൊക്കെ ആയപ്പോഴത്തേനും ആദ്യമുണ്ടായിരുന്ന ആവേശമൊക്കെ ഏകദേശം കുറഞ്ഞു തുടങ്ങി. മുകളിലെത്തിയപ്പോഴാണ് വന്നതിൽ ഒരു നഷ്ടവുമില്ല എന്നുള്ളത് മനസ്സിലായത്. ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. ഫുജൈറയും അബുദാബിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽപാതയാണ് ആ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഹെറിറ്റേജ് വില്ലേജ് ആണ് ആ കാണുന്നത്.
ഇനി നമുക്ക് വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.